ഹലോ, നമസ്കാരം. എന്നാ ഉണ്ട് വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമാണോ? ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഏറ്റവും കൂടുതലെന്ന് പറയാൻ പറ്റത്തില്ല. കുറേ ആൾക്കാർ എന്നോട് കുറേ പ്രാവശ്യമായിട്ട് ചോദിക്കുന്നു. ലേഡീസാണത് മൊത്തം കേട്ടോ. ലിറ്റിയുടെ ലിപ്സ്റ്റിക് കളക്ഷൻ കാണിക്കാൻ വന്നു. പക്ഷേ ഞാൻ അത് കാണിക്കാനല്ല ഇപ്പോൾ വന്നേ. ആ കളക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങിയപ്പോഴാണ് എനിക്ക് വേറൊരു കളക്ഷൻ നിങ്ങളെ കാണിക്കണമെന്ന് തോന്നിയത്. ഈ ഒരു കളക്ഷൻ എനിക്ക് തോന്നുന്നു വേറെ ആരുടെയും കാണുകയില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് കോമഡി ആയിട്ട് തോന്നും. ഇത് കോമഡിയൊന്നും അല്ല കേട്ടോ, സീരിയസാണ്. ഈ ഒരു എന്താ പറയുന്നത്, ഒരു കളക്ഷൻ സാധാരണ ലേഡീസിൻ്റെയിൽ ലിപ്സ്റ്റിക്ക് അല്ലെങ്കിൽ മേക്കപ്പ് ഐറ്റംസ് അല്ലെ ഓർണമെൻറ്റ്സ് ഇതൊന്നും അല്ലല്ലോ. ഞാൻ എൻ്റെ നെയിൽ പോളിഷ് കളക്ഷൻ കാണിച്ചിട്ടില്ലേ. പിന്നെ എനിക്ക് ഒരു വെറൈറ്റി കളക്ഷൻ ഉള്ളത് ഹെയർ ബാൻഡ്, അങ്ങനെ പല പല കളക്ഷൻസാണ്. ലേഡീസിന് സാധാരണ ഇങ്ങനത്തെ കളക്ഷൻസൊക്കെ ഉള്ളത്. പക്ഷേ ഈ ഒരു കളക്ഷനുള്ള ലേഡീസ് ഉണ്ടോ? ഇത് ജെൻസിനും വേണേൽ കളക്ട് ചെയ്യാവുന്നൊരു സാധനമാണ്. പക്ഷേ ഈ ഒരു കളക്ഷനുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇങ്ങനൊരു കളക്ഷൻ എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു ക്ലബ്ബിൽ ഞാൻ മാത്രമേ ഉള്ളോ അതോ നിങ്ങൾ ഉണ്ടോ എന്ന് എനിക്കൊന്നും അറിയണമല്ലോ. അതുകൊണ്ടാണ് നമുക്ക് നോക്കാം എന്താ എൻ്റെ കളക്ഷൻ എന്ന്. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ എന്തായിരിക്കും എൻ്റെ കളക്ഷൻ? എനിവേ ഈ വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ടല്ലോ. പോകാം നമ്മുടെ കളക്ഷൻ കാണാൻ. ബാ, എൻ്റെ കളക്ഷൻ കാണിക്കണേൽ എൻ്റെ ക്രീമിൻ്റെ മോയ്സ്ചറൈസിങ്ങിൻ്റെ ഒന്നും കളക്ഷൻ അല്ല, ഒരു വെറൈറ്റി കളക്ഷൻ കാണിക്കാനാണ് ഞാൻ പോകുന്നത്. നിങ്ങൾ റെഡിയാണോ? ടെൻഡഡൻ, ഇതാണ് കളക്ഷൻ. ഇത് കാണുമ്പോൾ ഇത് കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായ എന്നാ കളക്ഷൻ എന്ന്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് തലയ്ക്ക് ഭ്രാന്താന്ന്. അല്ല സുഹൃത്തുക്കളെ, എനിക്ക് ഭ്രാന്തൊന്നുമല്ല. ഇത് മുഴുവൻ എൻ്റെ ഒരു കളക്ഷൻസാണ്. ഇത് കാണുമ്പോൾ ചിലപ്പോൾ ജസ്റ്റ് എന്നായിരിക്കും ഇത് കാണുന്നത്. ജസ്റ്റ് എന്നോട് പറയും, ലിറ്റി നിനക്ക് ലിറ്റി ഭ്രാന്തെന്ന്. ഇത്രയും സാധനം എൻ്റെ കയ്യിലുണ്ടെന്ന് ജസ്റ്റിക്കും വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ. ഇത് കണ്ടോ, ഇതെന്താ സാധനം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് മുഴുവൻ സൺസ്ക്രീനിൻ്റെ കേട്ടോ. ഇത് കണ്ടോ, ഇതെല്ലാം സൺസ്ക്രീനിൻ്റെ കളക്ഷൻസാണ്. വെറൈറ്റി സൺസ്ക്രീൻ. ഇത് ഏതാണെന്ന് വെച്ചാൽ ലാ റോഷെ പോസിയുടെ സൺസ്ക്രീൻ, അങ്ങനെ പിന്നെ എന്താണ് യൂസറിൻ്റെ സൺസ്ക്രീൻ, വിഷിയുടെ സൺസ്ക്രീൻ, അന്ന് വേണ്ട ഒരുമാതിരിപ്പെട്ട എല്ലാ ബ്രാൻഡ് സൺസ്ക്രീനും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇതാണ്ട് ബ്യൂട്ടി ഓഫ് ജോസീൻ്റെ കളക്ഷൻ ഉണ്ട്. ഇത് കണ്ടോ, പൊട്ടിക്കാത്ത സൺസ്ക്രീൻ വരെ ഉണ്ട്. ഇത് കണ്ടോ, കവറോടെ ഇരിക്കുന്ന സൺസ്ക്രീൻ. ഇതൊക്കെ വിത്ത് കവറോടെ ഇരിക്കുന്ന സാധനങ്ങളാണ്, പൊട്ടിച്ചിട്ട് പോലും ഇല്ല. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ യൂസ് ചെയ്യുന്ന ബ്യൂട്ടി ഓഫ് ജോസീൻ്റെ സാധനമുണ്ട്. ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈവൻ ദോ നമ്മുടെ നിവ്യയുടെ തൊട്ട് എന്തൊക്കെയാണ് ഗാർണിയറിൻ്റെ അല്ല, അത് തന്നെ ഗാർണിയറിൻ്റെ തൊട്ട് സെറാവയുടെ സൺസ്ക്രീൻ എന്ന് വേണ്ട അങ്ങനെ ഇഷ്ടം പോലെ ഡോട്ടാൻകിയുടെ ഉണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ സൺസ്ക്രീൻ കണ്ടോ. ഇതൊക്കെയാണ് അപ്പോൾ എൻ്റെ സൺസ്ക്രീൻ കളക്ഷൻ. ഇതുപോലെ സൺസ്ക്രീനോട് ഭ്രാന്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. എന്തോരോ ഇതൊക്കെ സൺസ്ക്രീനിൻ്റെ സ്റ്റിക്കാണേ. സൺസ്ക്രീനിൻ്റെ കുറേ സാധനങ്ങൾ എന്തോരം ഉണ്ടെന്ന് നോക്കി. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് കേട്ടോ. ലാ റോഷെ പോസിയുടെ ഈ സൺസ്ക്രീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ തന്നെ വേറെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പിന്നെ യൂസറിൻ്റെ സൺസ്ക്രീൻ നല്ലതാണ്. പിന്നെ ഏതാണ്, ഇതിൻ്റെ തന്നെ 2 ടൈപ്പുകളുണ്ട്. ലാ റോഷെ പോസിയുടെ തന്നെ വേറൊരെണ്ണമുണ്ട്. ഇത് ഒരു ടൈപ്പ് സൺസ്ക്രീൻ അതിൻ്റെ തന്നെ. പിന്നെ അങ്ങനെ യൂസറിൻ്റെ കുറേ ഉണ്ട്. ഇതൊക്കെ എൻ്റെ ഇരിക്കുന്ന, ബാക്കി ഉപയോഗിച്ച് തീർന്നത് വേറെ. ഇത്രേ ഉള്ളൂ. കണ്ടില്ലേ, ഇങ്ങനെ നിസ്സാരമായ ഒരു കളക്ഷൻ ഉള്ളതിൻ്റെ പേരിലാണ് എൻ്റെ കുടുംബക്കാരും കെട്ടിയവരും നാട്ടുകാരും വീട്ടുകാരും എന്തിന് വഴിയെ കൂടെ പോകുന്നവർ വരെ എനിക്ക് പറയുന്നത് എൻ്റെ തലയ്ക്ക് ഭ്രാന്താന്ന്. നിങ്ങൾ പറ, ഒരു നിസ്സാര ഹോബി കൊണ്ട് നടക്കുന്ന ഇതിന് ഭ്രാന്തെന്ന് പറയാനൊക്കെ പറ്റുമോ? എനിവേ ബൈ ദ ബൈ, അതൊക്കെ പോട്ടെ. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ റെക്കോർഡ് ചെയ്ത സമയത്ത് എൻ്റെ മൈക്കിന് എന്തോ പ്രശ്നം പറ്റി, അതുകൊണ്ട് എൻ്റെ ശബ്ദം പോയി. അതുകൊണ്ട് കുഴപ്പമില്ല. ഉർവശി ശാപം ഉപകാരപ്രദം എന്ന് പറയുന്ന പോലെ ഞാൻ നേരിട്ട് പറഞ്ഞപ്പോഴേ അത്രയൊരു ഗും എനിക്ക് തോന്നിയില്ല, വല്ലാണ്ടൊരു ലാഗി. അപ്പോൾ പിന്നെ ഇങ്ങനെ പറയുവാണെങ്കിൽ എനിക്ക് വലിയ പ്രശ്നം വരുന്നില്ല. അത് തന്നെയല്ല, ക്യാമറാമാനോൻ ഈ പ്രാവശ്യം ജസ്റ്റിനല്ല ജേഡു ഉള്ളപ്പോഴേ എനിക്ക് അധികം ഡയലോഗൊന്നും വരത്തില്ലെന്നേ. ജസ്റ്റിനാണെങ്കിൽ പിന്നെ കറക്റ്റ് വരും. എനിവേ നമുക്ക് പോയിന്റിലേക്ക് വരാം. ഈ സൺസ്ക്രീൻ, ഇത്രയും സൺസ്ക്രീൻ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് അഹങ്കാരമെന്നോ
കാശിൻ്റെ കുന്തളിപ്പൊന്നും ഒന്നും അങ്ങനൊന്നും അല്ല കേട്ടോ. കാശിൻ്റെ കുന്തളിപ്പ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ എന്തൊക്കെ വാങ്ങിക്കാം. എൻ്റെ കാശൊന്നും ഇല്ല കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളേ, ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പറഞ്ഞു പോയതാ. പക്ഷെ എന്താണെന്നറിയത്തില്ല, എനിക്ക് ഈ സൺസ്ക്രീനോട് ഭയങ്കര ഭ്രാന്താന്നേ, സത്യം പറ. എനിക്ക് വല്ല പ്രശ്നമില്ല. അതൊക്കെ പോട്ടെ, എൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീൻ കാണിക്കാൻ. ഇതാണ് ലാ റോഷെ പോസെ എന്നാന്ന് തോന്നുന്നു ഇത് പ്രൊണൗൺസ് ശരിക്കും ചെയ്യുന്നത് കേട്ടോ. ഇതൊരു ഫ്രഞ്ച് പ്രോഡക്റ്റ് ആട്ടോ. അവരുടെ ഒരു ഫേമസ് എന്താ പറയുന്നത് സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണ്. നല്ല എന്താ പറയുക, നല്ലൊരു ബ്രാൻഡ് സാധനമാണ്. എനിക്ക് ഫേവറേറ്റ്, എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് ഒത്തിരി ഫേവറേറ്റ് ആണ് ഇവരുടെ സൺസ്ക്രീൻ. ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ വിൻഷി എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഏതിൻ്റെയാണെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ലാ റോഷെ പോസയുടെ തന്നെയാണെന്ന് പറയേണ്ടി വരും. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എനിക്ക് ഭയങ്കര പാടാട്ടോ. ഇത് ഫ്രഞ്ച് ആയതുകൊണ്ട് അങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നു. നമ്മൾ ബ്ലഡി ഗ്രാമവാസീസ് മലയാളീസ് വേണേ ഇതിനെ ലാ റോഷെ പോസി എന്നൊക്കെ വിളിക്കാം. നമുക്ക് ഇഷ്ടമുള്ള പ്രൊനൗൺസ് ചെയ്തു. നമ്മൾ തേക്കുന്നതിലാണല്ലോ കാര്യം. അല്ല, ഇപ്പോൾ ഇതിൻ്റെ അടി കമൻറ്റ് വരും, ലിറ്റി ഇങ്ങനല്ല പ്രൊനൗൺസിയേഷൻ അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട്. എനിവേ വാട്ട് എവർ ഇറ്റ് ഈസ്, പ്രൊനൗൺസിയേഷനിലല്ലല്ലോ, നമ്മൾ തേച്ച് പിടിപ്പിക്കുന്നതിലല്ലേ കാര്യം. നമ്മൾ വാങ്ങിക്കുന്നു, നമ്മൾ തേക്കുന്നു. ബൈ ദ ബൈ, അടുത്തത് യൂസറിൻ്റെ സൺസ്ക്രീനാണ്. ഈ 3 സൺസ്ക്രീനാണ് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് കേട്ടോ. പക്ഷേ അതിൽ ഏറ്റവും ഫേമസ് എന്നല്ല, ഏറ്റവും ഇഷ്ടം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ലാ പോഷെ റോസയാണ്. പിന്നെ ഈ ഒരു ബ്യൂട്ടി ഓഫ് ജോസി എന്ന് പറഞ്ഞിട്ട് ഒരു കൊറിയൻ പ്രോഡക്റ്റ് കേട്ടോ. ഇത് ഒരിടയ്ക്കല്ല, ഇപ്പോഴും ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. സൺസ്ക്രീൻ മാത്രമല്ല, ഇവിടെ കുറേ പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ. എനിവേ ഞാനിതും 2-3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് വലിയ വൗ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ കുഴപ്പമില്ല, തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ ഓരോന്ന് വാങ്ങിച്ചു നോക്കുമ്പോഴാണല്ലോ ഏതാണ് ബെസ്റ്റ് എന്ന്. പിന്നെ ഈ ഉള്ളത് സെറാവയുടെ ഒരു സൺസ്ക്രീനാണ്. പക്ഷേ ഇതിന് ഭയങ്കര വൈറ്റ് കാസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്കത് വലിയൊരു ഫേവറേറ്റ് ആയിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ സെറാവയും കുഴപ്പമില്ലാത്ത നല്ലൊരു ബ്രാൻഡഡ് സാധനം കേട്ടോ. അപ്പോൾ ഇത്രയാണ് എൻ്റെ സൺസ്ക്രീൻ കളക്ഷൻ. ഇതുപോലെ ക്രേസി കളക്ഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ, ഏതൊക്കെ കളക്ഷനാണ്. ഇതുവരെ ആരും എന്നോട് ചോദിച്ചിട്ടില്ല ഈ ഒരു കളക്ഷൻ കാണിക്കാമെന്ന്. പക്ഷേ എനിക്കിത് കാണിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് കാണിച്ചാൽ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വെറൈറ്റി കളക്ഷൻ. ഇത് ഇനി പൊട്ടിക്കാത്ത ഇതിൻ്റെ ഉണ്ട് ജോസ്. ഇതിൻ്റെയൊക്കെ അതുണ്ട്, പൊട്ടിക്കാത്ത സാധനങ്ങൾ ഇനിയും വെച്ചിട്ടുണ്ട്. എന്താ നേരത്തിൽ എനിക്കിത് എപ്പോഴും ഉണ്ടല്ലോ, ഓൺലൈനിൽ കാണുമ്പോൾ വാങ്ങിക്കാനായിട്ട് അങ്ങ് തോന്നുക. അതൊരു അസുഖമാണോ ഡോക്ടർ? ഇതിനകത്തുണ്ട്, പൊട്ടിക്കാൻ മേല. അപ്പോൾ വാവ്, ഇതൊക്കെ ഇനി അടുത്ത ദിവസം തൊട്ട് ഇതിട്ട് തുടങ്ങണം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സൺസ്ക്രീൻ കളക്ഷൻസ്. ഇത് മാത്രമുണ്ട് ജസ്റ്റ്. ഇതിന് 2-3 എണ്ണം ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരിടത്തുനിന്ന് വാങ്ങിച്ചല്ലോ കേട്ടോ. ഇത് ജസ്റ്റിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്ത ഈ ഒരു സൺസ്ക്രീൻ. കാരണം നമ്മുടെ ജസ്റ്റിക്ക് എന്താ പറയുക, സൂര്യപ്രകാശ അലർജി ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ? ജസ്റ്റിക്ക് സൺലൈറ്റ് അലർജി അതിൻ്റെ അപ്പന്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇതിനെക്കുറിച്ച് എനിക്ക് വേറൊന്നും പറയാനില്ല. ഇതെങ്ങാനും കണ്ട് ജസ്റ്റിക്ക് വല്ല നെഞ്ചിന് വേദന എടുക്കും ഈ കളക്ഷനൊക്കെ കണ്ടാൽ. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി സാധനങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ കൂടിക്കോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, ഫോളോ ചെയ്തോ. അപ്പോൾ ശരി, എന്നാൽ ജസ്റ്റ് വരുന്നതിന് മുമ്പ് ഇതെല്ലാം എടുത്ത് പാത്ത് വെക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് വയറ് നിറച്ച് കിട്ടും. ഒന്നും പ്രത്യേകിച്ച് പറയത്തൊന്നും ഇല്ല, എന്നാലും വെറുതെ നമ്മളായിട്ട് എന്തിനല്ലേ ഒരു മനുഷ്യനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ, അല്ലേ? അതേന്നേ. ഇത് കണ്ടിട്ട്, ഈ കളക്ഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുക എനിക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ യെസ്, ഐ എം എ മാനസിക രോഗി. ചുമ്മാ ഓരോരുത്തർക്ക് ഓരോ കളക്ഷൻസ് ഇല്ലേ. എൻ്റെ കളക്ഷൻ കണ്ടിട്ട് എന്തിനു നിങ്ങൾ ടെൻഷൻ അടിക്കണം? ചിലർക്ക് തീപ്പെട്ടി കളക്ഷൻസ്, വേറെ ചിലർക്ക് സ്റ്റാമ്പ് കളക്ഷൻ, വേറെ ചിലർക്ക് എന്താ പറയുന്നത്, അങ്ങനെ പല പല കളക്ഷൻ, പെൻ കളക്ഷൻസ്, വാച്ച് കളക്ഷൻസ്. അങ്ങനെ വാച്ച് കളക്ഷനൊക്കെ ഉള്ള എന്തോരം ആൺകുട്ടികളുണ്ട്. എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ഒരു കളക്ഷനാണ് ഈ കളക്ഷൻ. എന്ത്? സൺസ്ക്രീൻ കളക്ഷൻ. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കളക്ഷൻ എനിക്ക് മാത്രമേ ചിലപ്പോൾ കാണത്തുള്ളൂ ഇന്ത്യയിൽ. അല്ലാതെ എന്നെപ്പോലെ ഭ്രാന്തുള്ള വല്ലവരും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ചില പ്രശ്നങ്ങളാണ് എനിക്ക്. അതിനാണ് ഈ നാട്ടുകാരെല്ലാം പറയുന്നത് എനിക്ക് തലയ്ക്ക് എന്തോ പ്രശ്നമുണ്ടോ. ഇത് കാണുമ്പോൾ എൻ്റെ മമ്മി കാണല്ലേ ദൈവങ്ങളെ. മമ്മി കണ്ട മമ്മിയുടെ ഒരു, നിനക്ക് എന്തിൻ്റെ കുന്തളിപ്പാണ് കൊച്ചേ, നിനക്ക് കാശിൻ്റെ കുന്തളിപ്പ്, നീ എന്ത് വലറ്റി കാണിക്കുന്നതെന്ന് ഞാൻ മമ്മി തുടങ്ങും കേട്ടോ. അപ്പോൾ എൻ്റെ സിസ്റ്റർ കണ്ടാലും എന്നെ 30 വെള്ളിക്കാശിന് പറ്റും, അത് വേറെ കാര്യം. അപ്പോൾ മതിയില്ല എൻ്റെ വെറുപ്പിരി വീഡിയോ. ഏകദേശം ഞാൻ വെറുപ്പിൻ്റെ അവസാനം കുട്ടിശങ്കനോട് നിങ്ങൾക്ക് സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ഇഷ്ടമില്ലാത്തൊരു ജസ്റ്റ് നിങ്ങൾ കാണരുത് കേട്ടോ. നിങ്ങൾക്ക് എന്നെ സഹിക്കാൻ വലിയ പാടായിരിക്കും. പക്ഷെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടെന്ന് എനിക്കറിയാം, അല്ലേ? അപ്പോൾ ശരി, എന്നാൽ പോയിച്ച് പോരാം.